ക്രിസ്മസ് അവധിക്കാലവും പുതുവത്സരവും ആഘോഷിക്കാൻ മൂന്നാർ, വാഗമൺ ഉൾപ്പെടെ ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തിരക്കേറി. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ചെറുതും വലുതുമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം നല്ല തിരക്ക് അനുഭവപ്പെട്ടു. ഈ സീസണിലെ ഏറ്റവും തണുപ്പേറിയ ദിവസങ്ങൾ കൂടിയായിരുന്നു ഇത്. കുണ്ടള, തെന്മല, ചിറ്റുവര, ചെണ്ടുവര എന്നിവിടങ്ങളിൽ താപനില താഴ്ന്ന് ഇന്നലെ 4 ഡിഗ്രി വരെ എത്തി. മൂന്നാർ ടൗണിലും നല്ല തണുപ്പായിരുന്നു. 6 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. മാട്ടുപ്പെട്ടിയിൽ 8 ഡിഗ്രിയുമായിരുന്നു. ഒരാഴ്ചത്തെ ഇടവേളയ്ക്കു ശേഷമാണ് തണുപ്പ് വീണ്ടും ശക്തമായത്. അവധി ആഘോഷിക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. സഞ്ചാരികൾ കൂട്ടത്തോടെ എത്തുന്നതിനാൽ മൂന്നാർ ടൗൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വാഹന ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. വന്നുപോകുന്ന ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ അധികവും. വാഗമണ്ണിലും നല്ല തിരക്കാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും ഇവിടെ ധാരാളം എത്തുന്നുണ്ട്. മൊട്ടക്കുന്നുകൾ, വ്യൂ പോയിന്റുകൾ, പൈൻ ഫോറസ്റ്റ്, അഡ്വഞ്ചർ പാർക്ക്, ഇവിടുത്തെ പുതിയ ആകർഷണമായ കാൻഡിലിവർ, ഗ്ലാസ് ബ്രിഡ്ജ്, ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ തുടങ്ങി എല്ലായിടവും സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞൊഴുകുകയാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മുൻപ് മൺസൂണിന് ശേഷം ഒക്ടോബറിൽ ആരംഭിച്ച് ഡിസംബറിൽ മൂർധന്യത്തിലെത്തി ഫെബ്രുവരിയിൽ അവസാനിക്കുന്നതായിരുന്നു ഇവിടുത്തെ ശൈത്യകാല സീസൺ. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഇവിടേക്കെത്താൻ തുടങ്ങുന്നതും ഈ മാസങ്ങളിലാണ്. ജനുവരി ആദ്യ ആഴ്ചയിൽ താപനില 0 ഡിഗ്രിയിൽ നിന്ന് താഴേക്ക് പോകുന്നതും പതിവാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശൈത്യകാലത്തിന്റെ രീതികൾക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരി 1 മുതൽ 13 വരെ താപനില തുടർച്ചയായി 0-ന് താഴെയായിരുന്നു. അതിശൈത്യം എന്ന വാർത്ത പരന്നതോടെ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു. തണുപ്പും മഞ്ഞുവീഴ്ചയും ആസ്വദിക്കുന്നതിനായി അതിരാവിലെ തന്നെ മൂന്നാറിന്റെ ഉൾപ്രദേശങ്ങളിൽ വരെ സഞ്ചാരികൾ എത്തി. ശനിയാഴ്ച മേഖലയിൽ കൊടും തണുപ്പ് തുടരും. തണുപ്പും മഞ്ഞുവീഴ്ചയും വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകുമെങ്കിലും തേയില കൃഷിക്ക് വൻ ഭീഷണിയാണ്.